ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ക്യാപിറ്റൽ എന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് മണിയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റലുണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റലുണ്ട്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്. അതായത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എ കോമ്പിനേഷൻ, ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അതായത് ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ബോറോഡ് ഫണ്ടും ഇക്വിറ്റി എന്ന് പറയുന്ന ഓണേഴ്സ് ഫണ്ടുമാണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിലോട്ട് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് നമ്മൾ, അതായത് പേഴ്സണലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് നമ്മൾ ഓണേഴ്സ് ഫണ്ട് എന്നും മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ ബോറോഡ് ഫണ്ട് എന്നും പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫിനാൻസ് സ്ട്രക്ചർ എന്താണ്, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ എൻറ്റയർ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം. സോ എൻറ്റയർ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫിനാൻസ് സ്ട്രക്ചർ ബോർഡർ ടേമിലാണ് അല്ലേ. അതുമാത്രമല്ല ഇവിടെ ഓൾ അസറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ഓൾ അസറ്റ്സ് ആർ ഫിനാൻസ് ഇൻ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, പിന്നെ ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. സോ ഫിനാൻസ് സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ എങ്ങനെയാണ് അസറ്റ് ഫിനാൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വേറാസ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലോങ് ടേം അസറ്റ് എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത് ഇവിടെ ലോങ് ടേമും ഷോർട്ട് ടേമും മീഡിയം ടേമുമാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലോങ് ടേം സോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി ഫിനാൻസ് സ്ട്രക്ചർ ബോർഡർ ടേം ആണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ലാസ്റ്റ് വൺ എന്താണ്, ഇറ്റ് റിപ്രസെൻറ്റ്സ് ലൈബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അതായത് ലൈബിലിറ്റി സൈഡിലാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ റിപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എവിടെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്, അസറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ടോപ്പിക്. താങ്ക്